സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി കഴിഞ്ഞാൽ, അവന്റെ മയ്യത്ത് പരിപാലനങ്ങളെല്ലാം കഴിഞ്ഞുകൊണ്ട് അവനെ കുളിപ്പിച്ച് കഫൻ ചെയ്തുകൊണ്ട് അവനതാ അവിടുന്ന് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. 6 അടി മണ്ണാകുന്ന ഖബറിലേക്ക്, ആരാരും കൂട്ടിയില്ലാത്ത ഖബറിലേക്ക് അവനതാ ദഫൻ ചെയ്യാൻ വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്ന് വരെ അവൻ കയറാത്ത വാഹനത്തിൽ കയറിക്കൊണ്ടാണ് അവൻ വരുന്നത്. സുഖാഡംബരമുള്ള വാഹനമല്ല, ആ വണ്ടിക്ക് ഡ്രൈവറില്ല, വീലുകളില്ല, എഞ്ചിനില്ല, അതിന് യാതൊരു സംവിധാനമില്ലാത്തൊരു വാഹനത്തിലാണ് അവൻ കയറുന്നത്. ആ വണ്ടിയുടെ പേരാണ്, ആ വാഹനത്തിന്റെ പേരാണ് മയ്യിത്ത് കട്ടില്. ആ മയ്യിത്ത് കട്ടിലിൽ കിടത്തിക്കൊണ്ട് ആ മനുഷ്യൻ അവിടുന്ന് 4 ആള് ചുമന്നുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവനെ കൊണ്ടുവന്നുകൊണ്ട് പള്ളിയിൽ വെച്ചുകൊണ്ട് അവന്റെ പേരിൽ നിസ്കരിക്കുകയാണ്. എല്ലാവരും അവിടുന്ന് മയ്യിത്ത് നിസ്കാരം നിർവഹിക്കുകയാണ്. നിസ്കാരമെല്ലാം കഴിഞ്ഞതിന്